ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വ്ലോഗ് ഓഫ് ഹേസു ആൻഡ് മീ. ഇന്ന് ഞങ്ങൾ ഭരണങ്ങാനം പള്ളിയിലാട്ടോ ഉള്ളത്. ഞങ്ങൾ ഇവിടുത്തെ രാവിലെ തന്നെ 8:30 കുർബാനയ്ക്ക് ഞങ്ങൾ എത്തി കേട്ടോ. വീട്ടിൽ നിന്ന് ഞങ്ങൾ നേരത്തെ ഇറങ്ങി. ചെറിയ പള്ളിയിലാട്ടോ ഞങ്ങൾ കുർബാനയ്ക്ക് പോകുന്നത്. അന്ന് സൺഡേ ആയിരുന്നതുകൊണ്ട് വലിയ പള്ളിയിലും കുർബാന ഉണ്ടായിരുന്നു, കുഞ്ഞു പള്ളിയിലും കുർബാന ഉണ്ടായിരുന്നു. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നെന്ന് തോന്നുന്നു വലിയ പള്ളിയിൽ. ഞങ്ങൾ കുഞ്ഞു പള്ളിയിൽ പോയതുകൊണ്ട് അവിടെ വലിയ തിരക്കില്ല, പക്ഷേ കുഴപ്പമില്ലാത്തൊരു തിരക്ക്. ഇവിടെ ഈ കുഞ്ഞു പള്ളിയിലാണ് നമ്മുടെ അൽഫോൻസാമ്മയുടെ കബറിടം ഉള്ളത്. അപ്പോൾ ഇവിടെ ആട്ടോ ഞങ്ങൾ സാധാരണ വരുമ്പോഴും കുർബാനയ്ക്ക് കയറുന്നത്. വലിയ പള്ളിയിൽ ഞാൻ ഇതുവരെ കുർബാന കൂടിയിട്ടില്ല. അപ്പോൾ കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് അൽഫോൻസാമ്മയുടെ കബറിടത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകാം. ഇനി പള്ളിയിലാണെങ്കിൽ ഇനി വല്ല ടൂറിസ്റ്റ് പ്ലേസിൽ പോയാലാണേലും അവിടുത്തെ കടകളിൽ കയറിയില്ലെങ്കിൽ നമുക്കൊരു സമാധാനമില്ല കേട്ടോ. അമ്മ ഈ കടയിലും കയറിയിട്ടുണ്ട്, എന്തെങ്കിലും വാങ്ങണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ പിള്ളേർക്ക് 2 കൊന്തയും വാങ്ങിച്ചുകൊണ്ടാട്ടോ വന്നത്. എന്താ അതിനെന്തിനാ യേശുവിനെന്താ കുഴപ്പം? യേശുവിൻ്റെ നിർബന്ധപ്രകാരം മെഴുകുതിരിയും വാങ്ങിച്ചുകൊണ്ട് കത്തിക്കാൻ പോവുകയാണ്. എല്ലാവരും കത്തിക്കുന്നത്, പിള്ളേർ സെറ്റ് എല്ലാവരും കത്തിക്കുന്നതാണ് യേശുവിൻ്റെ ഫംഗ്ഷൻ. വെള്ള കളറിലെ മുഷയാണോ? പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പള്ളിയുടെ താഴെയുള്ളൊരു ഈ ക്രിസ്പി ക്രഞ്ച് എന്ന് പറഞ്ഞ ബേക്കറിയിലോട്ടാട്ടോ സ്നാക്സ് കഴിക്കാൻ വേണ്ടി കയറിയിട്ട്. നല്ലൊരു കടയായിരുന്നു കേട്ടോ. ഞങ്ങൾ സാൻഡ്വിച്ചും മീറ്റ് റോളും ഒക്കെ ആയിരുന്നു പറഞ്ഞത്. മീറ്റ് റോൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നായിരുന്നു, പക്ഷേ സാൻഡ്വിച്ച് ലൈവായിട്ട് പ്രിപ്പയർ ചെയ്താട്ടോ. നല്ല സാൻഡ്വിച്ച് ആയിരുന്നു. പക്ഷേ ആ സാൻഡ്വിച്ച് വന്നതിന് ശേഷം വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ, കാരണം കൊണ്ടുവന്ന ആക്രാന്തത്തിൽ ഞങ്ങളത് തിന്നു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴും അതിൻ്റെ ടേസ്റ്റ് ഞങ്ങളുടെ വായിൽ നിന്ന് പോയിട്ടില്ലായിരുന്നു കേട്ടോ. ഞങ്ങളിങ്ങനെ ആലോചിക്കായിരുന്നു, ആ സാൻഡ്വിച്ച് ഒന്നുകൂടെ കിട്ടിയിരുന്നെങ്കിൽ. നല്ല സാൻഡ്വിച്ച് ആയിരുന്നു. ഇതുവഴി പോകുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ഇവിടെ കയറി കഴിക്കാം കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നു. കഴിച്ചെല്ലാം കഴിഞ്ഞ് തിരിച്ച് വണ്ടിയെ കയറി ഇരുന്നപ്പോഴാട്ടോ ഹേസപ്പൻ്റെ മുഖം മൊത്തം സോസ് ഇരിക്കുന്നത് കണ്ടത്. അങ്ങനെ രണ്ടാമത് വീണ്ടും ഞങ്ങൾ തിരിച്ച് കയറിപ്പോയി മുഖം എല്ലാം കഴുകിയിട്ട് വരുന്ന സീനാട്ടോ ഈ കാണുന്നത്. ഒരു തീർത്ഥാടന ഡേ ആയതുകൊണ്ട് ഞങ്ങൾ അടുത്ത തീർത്ഥാടന പള്ളിയിലോട്ട് പോയിട്ടോ, നമ്മുടെ രാമപുരം പള്ളിയിൽ. ഞങ്ങൾക്കൊരു റിലേറ്റീവിൻ്റെ വീട്ടിലും പോകണമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രാമപുരത്തെ പള്ളിയിൽ കയറി. ഞാൻ എൻ്റെ ഡിഗ്രി ചെയ്തത് രാമപുരം കോളേജിലായിരുന്നു കേട്ടോ. ഇതിനകത്തോട്ടായിരുന്നു എൻ്റെ ഹോസ്റ്റൽ, കാർമൽ ജ്യോതി ഹോസ്റ്റൽ. അതെ, ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കുഞ്ഞച്ചൻ്റെ പള്ളി എന്നാട്ടോ ഇത് പറയുന്നത്. ഇവിടെ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ 3 പള്ളിയാട്ടോ ഉള്ളത്. അതുകൊണ്ട് ആ ബാക്കിൽ കാണുന്ന പള്ളിയില്ലേ, അത് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പണി തുടങ്ങിയായിരുന്നു കേട്ടോ. പക്ഷെ അന്ന് എന്തൊക്കെയോ കേസിലൊക്കെ പെട്ടിട്ട് അത് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുക, സ്റ്റേ ചെയ്ത് വെച്ചേക്കുമായിരുന്നു. ഇപ്പോൾ ആണെങ്കിൽ അത് പണി ഫുൾ കഴിഞ്ഞ് നല്ല സൂപ്പർ വലിയ പള്ളിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടുത്തെ നേർച്ച കേട്ടോ, വിളക്കിൽ എണ്ണ ഒഴിക്കുന്നത്. നമ്മുടെ ആഗ്രഹം പറഞ്ഞിട്ട് നമ്മളിതിൽ എണ്ണ ഒഴിക്കും. ഇവിടെയും ഞാനിത് കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചേർപ്പങ്കൽ പള്ളിയിൽ ഉണ്ണീശ്വര പള്ളി അവിടെയും കണ്ടിട്ടുണ്ട്. ഇതുപോലെ ക്യൂ നിന്ന് അവിടെ ഉണ്ണീശ്വര പള്ളിയുടെ അവിടെ വെള്ളിയാഴ്ച ദിവസം ഭയങ്കര ആദ്യ വെള്ളിയാഴ്ചയാണ് അവിടെ. അന്നേരം വെള്ളിയാഴ്ച കുറേ നേരം ക്യൂ നിന്ന്, പണ്ട് ഞങ്ങൾ മണിക്കൂർ ക്യൂ നിന്നിട്ട് ഇതുപോലെ എണ്ണ ഒഴിക്കാൻ നിന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങളാണെങ്കിൽ കുഞ്ഞച്ചൻ്റെ കബറിടത്തിലോട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാം.
ഏതാ അതാ അരിയോ സൺഡേ സ്കൂളൊക്കെ കഴിഞ്ഞ് പിള്ളേർ വരുന്നത്. ഞാനിവിടെ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് സിസ്റ്റേഴ്സിൻ്റെ ഹോസ്റ്റലിലായിരുന്നു. അപ്പോൾ അവിടുന്ന് നമ്മൾ എല്ലാ ദിവസവും രാവിലെ കുർബാനയ്ക്ക് വരുമായിരുന്നു. ഈ ചെറിയ പള്ളിയിലായിരുന്നു കുർബാനയ്ക്ക് വന്നുകൊണ്ടിരുന്നത്. അന്നേരം ഈ വലിയ പള്ളി ഇല്ല കേട്ടോ. ഇപ്പോഴാണ് നല്ല അടിപൊളിയായിട്ട് ഈ പള്ളിയൊക്കെ ആയത്. ഇതിൻ്റെ അകത്തോട്ട് കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ. ഞങ്ങൾ ഇച്ചയുടെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് വന്നപ്പോഴാണ് അത് വർഷങ്ങൾക്ക് ശേഷം, ഇത് പണിതിട്ടും കുറേ നാൾക്ക് ശേഷം ഇച്ചയുടെ ഫ്രണ്ടിൻ്റെ കല്യാണ സമയത്താട്ടോ ഇതിനോട്ട് വന്നത്. അന്ന് ഞാൻ ആദ്യമായിട്ട് ഈ പള്ളി പണിയെല്ലാം കഴിഞ്ഞിട്ട് കണ്ടത് തന്നെ. ഇവിടെ ഇരിക്കാറുണ്ടായിരുന്നു. ഇവിടെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരിക്കുന്നൊരു ഫോട്ടോയുണ്ട്. ആരുടെ കോളേജ്? പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പാലായിൽ നിന്ന് കോട്ടയത്തോട്ട് വെച്ച് പിടിച്ചു. അങ്ങോട്ട് പോകുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം ഫുഡായിരുന്നു കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ തവണ ഗ്രാൻഡ് ഓണറിൽ നിന്നായിരുന്നു ഫുഡ് കഴിച്ചത്. അന്നേരം അപ്പം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവിടുത്തെ ഫുഡ് ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞങ്ങൾ ഈ തവണയും അങ്ങോട്ട് തന്നെ പോയി. ഇതാണ് അവിടുത്തെ വെൽക്കം ഡ്രിങ്ക്. നല്ല ടേസ്റ്റ് ആയിരുന്നു വെൽക്കം ഡ്രിങ്ക്. ബോൾ ഗ്രേപ്പ് ജ്യൂസ് ടൈപ്പ് ആയിരുന്നു കേട്ടോ അത്. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച അതേ സ്റ്റാർട്ടർ തന്നെയാണ് കേട്ടോ ഈ തവണയും വാങ്ങിച്ചത്. കൊറിയൻ ചിക്കൻ വിങ്സ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സാധനമായിരുന്നു. ഞാനും അമ്മയും കൂടി ഒരു ബിരിയാണി ഷെയർ ചെയ്ത് വാങ്ങിച്ചു. അപ്പോൾ പിന്നെ ഊണായിരുന്നു. അപ്പോൾ എവിടെ പോയാലും അപ്പയ്ക്ക് ഊണാവാണ് വേണ്ടത്. പിന്നെ ഇച്ച പാസ്ത. പിന്നെ ഞാനാണെങ്കിൽ വാങ്ങിച്ച കേട്ടോ ഈ നമ്മുടെ മാംഗോ സ്റ്റിക്കി റൈസ്. ഈ മാംഗോ സ്റ്റിക്കി റൈസ് അഹാന കൃഷ്ണയുടെ ഇതിൽ നിന്നാണ് കേട്ടോ ഞാൻ ആദ്യം അറിയുന്നത്. അപ്പോൾ ഞങ്ങൾ തായ്ലൻഡ് പോയപ്പോഴാണ് ആദ്യം ഇത് കഴിച്ചത്. പക്ഷെ അന്ന് എനിക്കിത് ഫുള്ളായിട്ട് കഴിക്കാൻ പറ്റിയില്ല കേട്ടോ. ഈ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഹേസു ഒരു വയസ്സായതുകൊണ്ട് തന്നെ അവൾക്ക് ഈ എല്ലാ ഫുഡും അവൾക്ക് ആ സമയത്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ മാംഗോ ഒക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നതുകൊണ്ട് ഞാനിത് എടുത്തപ്പോൾ തന്നെ അവൾ എൻ്റെ അതിനകത്ത് മാംഗോ മൊത്തം അങ്ങ് കഴിച്ചു. പിന്നെ ഞാൻ ഈ സ്റ്റിക്കി റൈസും കോക്കനട്ട് മിൽക്കും മാത്രം ഒഴിച്ചാൽ കഴിച്ചത്. അതുകൊണ്ട് എനിക്ക് അന്ന് അതിനെ കഴിക്കാൻ പറ്റിയില്ലല്ലോ. അതുകൊണ്ടാണ് ഇവിടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ഈ സാധനം അങ്ങ് ഓർഡർ ചെയ്തു. അതുകൊണ്ടാട്ടോ ഞാൻ ബിരിയാണി ഷെയർ ചെയ്ത് വാങ്ങിച്ച് ഈ ഒരു ഐറ്റം വാങ്ങാമല്ലോ എന്ന് വെച്ചിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യം നമ്മൾ കഴിക്കുമ്പോൾ തോന്നും വീണ്ടായിരുന്നു എന്ന്. പക്ഷെ അത് പിന്നെ കഴിച്ച് വരുമ്പോഴാട്ടോ ടേസ്റ്റ് ആയത് വരുന്നത്. പിന്നെ ഇച്ചതേണ്ട ഈ ഒരു എന്തോ വാട്ടർ മെലൻ്റെ മോക്ടെയിൽ എന്തോ സാധനം ഓർഡർ ചെയ്തു. പക്ഷേ ഇത് ഫ്ലോപ്പായിരുന്നു കേട്ടോ, കൊള്ളത്തില്ലായിരുന്നു. പിന്നെ ഹേസു കാണാതെ കേട്ടോ ഈ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ഹേസ് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ പിടിവലി വരും. ചോറ് മതിയോ? എന്താ മോനെ? വീഴല്ലേ? തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങളൊരു കസിൻ്റെ വീട്ടിലും കയറി തിരിച്ച് വീട്ടിലോട്ട് പോവുക കേട്ടോ. എൻ്റെ മുഖം കണ്ടിട്ട് എനിക്ക് തന്നെ ഭയങ്കര ക്ഷീണാവസ്ഥ തോന്നുമായിരുന്നു. പിന്നെ ഈ ഒരു ടൈമിനെക്കാട്ടിലും ഞാൻ കുറച്ച് വെയിറ്റൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു വെയിറ്റ് ലോസ് ജേർണി ചലഞ്ചായിട്ട് എൻ്റെ ചാനൽ ഇട്ടിട്ടുണ്ട്. എന്നോട് ജോയിൻ ചെയ്യുന്നവർക്ക് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ശരി, ബായ്.